ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് നമുക്ക് ആലു പൊറാട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു മിക്സിംഗ് ബൗൾ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ കുഴച്ചെടുക്കുക. റൂം ടെമ്പറേച്ചറുള്ള വെള്ളം തന്നെ ഒഴിക്കേണ്ടൂ, ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ കുറേശ്ശായിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് അതിനെ കുഴച്ചെടുക്കണം. ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും നമ്മൾ നന്നായിട്ട് അത് കുഴയ്ക്കുമ്പോഴേ അത് ശരിയാവുള്ളൂ. മാവൊന്ന് കുഴച്ച ശേഷം നമ്മൾ 1-2 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് മാവ് ഒന്നുകൂടെ നന്നായിട്ട് കുഴയ്ക്കും. അത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കണ്ടില്ലേ, എണ്ണ ഒഴിച്ച് കുഴച്ചപ്പോൾ മാവ് ഒന്നും കൂടെ സോഫ്റ്റായത്. മാവ് എത്രത്തോളം സോഫ്റ്റ് ആവണോ അത്രത്തോളം നമ്മുടെ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും അത് കുറച്ചുകൂടെ നന്നായിട്ട് വരും. ഇതുപോലെ തൊടുമ്പോൾ ഇങ്ങനെ കുഴിയണം. ഈ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഒരു പ്ലേറ്റ് കൊണ്ട് ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം നമുക്ക്. ഇനി സ്റ്റഫിങ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ബൗളിൽ ഒരു ഗ്രേറ്റർ കൊണ്ട് ഗ്രേറ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാഷർ കൊണ്ട് മാഷ് ചെയ്യുക. നന്നായിട്ടത് ഉടഞ്ഞാലേ നമ്മൾ ആ പരത്തും വലിയത് ശരിക്കും കിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് കട്ടയായിട്ട് കിടന്നാൽ നമ്മൾ പരത്തുമ്പോൾ അത് ഇടയിൽ തടഞ്ഞിട്ടത് പരത്തിയാൽ കിട്ടില്ലേ ശരിക്കും. ഇനി ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി. അത് നമ്മൾ കയ്യിലെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലിടുക. 1.5 സ്പൂൺ അജ്വൈൻ. അതിനെയും നമ്മൾ കയ്യിലെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിടുക. മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ട് അതിനെ ഒന്ന് ചതയ്ക്കുക. എന്നിട്ട് അത് 2 സ്പൂൺ ഇടുക. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് വേണമെങ്കിൽ ചേർത്തിയാൽ മതി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളൂ. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ഇടുക. ചെറുതായിട്ട് നറുക്കിയ ഉള്ളി ഒരു 2.5 ടേബിൾ സ്പൂൺ, ഒരു അര ഉള്ളി എടുത്താലും മതി. ഇത് ആലു പറാഠ ആയതുകൊണ്ട് ഉരുളക്കിഴങ്ങാണ് കൂടുതൽ, ഉള്ളി കുറച്ചേ ഉള്ളൂ. ഉള്ളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഉള്ളി നമ്മൾ ലാസ്റ്റേ ചേർത്തുള്ളൂ. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിയ കൊണ്ടേ ഉള്ളിയും കൂടെ നേരത്തെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം ഇറക്കും. ഇനി ഈ സ്റ്റഫിങ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് കുഴയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്തെടുക്കുക. ഈ സ്റ്റഫിങ്ങിൽ ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചപ്പാത്തി മാവിലും ഉപ്പിട്ടത് കൊണ്ട് പാകത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പൊറാട്ട ഉണ്ടാക്കാൻ നമ്മൾ ഈ കുഴച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോൾ പോലെ ഉരുട്ടുക. എന്നിട്ട് ഈ ആട്ടയിൽ നമ്മളൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തും പോലെ ചെറുതായിട്ടൊന്ന് പരത്തുക. കുറച്ച് സ്റ്റഫിങ് എടുത്തിട്ട് നമ്മൾ ഈ പരത്തിൻ്റെ നടുക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് വട്ടത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കറക്കിയിട്ട് അതിനെ ഒരു ഉണ്ടയാക്കി എടുക്കുക. മുകളിൽ വരുന്ന എക്സ്ട്രാ മാവിനെ നമ്മൾ പിച്ചി മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ഉണ്ട ഒന്ന് നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കുക. എന്നിട്ട് അതിനെ ആട്ടയിൽ മുക്കിയെടുക്കുക. ഇനി അധികം പ്രഷർ കൊടുക്കാതെ പതുക്കെ ഒന്ന് അതിനെ റോൾ ചെയ്തെടുക്കുക. ഒരുപാട് ബലത്തിൽ പരത്തിയാലില്ല, ആ സ്റ്റഫിങ് എല്ലാം പുറത്ത് ചാടും.
ഇനി ഒന്നും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാട്ടുള്ളൂ. ഈ ചപ്പാത്തി കുഴച്ച മാവ് നമ്മളൊരു വലിയ നാരങ്ങയുടെ സൈസ് എടുത്തിട്ട് നല്ലോണം ഉരുട്ടിയിട്ട് ഇതുപോലെ മാവ് ആട്ടയിൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് പരത്തുക. കുറച്ച് സ്റ്റഫിങ് എടുത്ത് അതിനെ ഇതുപോലെ ഉണ്ട പിടിച്ചിട്ട് അതിനെ ഈ ചപ്പാത്തി പരത്തിയതിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തിയുടെ ഈ സൈഡ് ഇതുപോലെ പ്ലീറ്റ് ചെയ്തിട്ട് അതിനെ വട്ടത്തിലിങ്ങനെ തിരിക്കുക. തിരിച്ചിട്ട് നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന മാവിനെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് അമുക്കി കൊടുത്തിട്ട് അത് ഫ്ലാറ്റ് ആക്കുക. എന്നിട്ട് അതിനെ ഈ ആട്ടയിൽ മുക്കിയെടുക്കുക. അധികം ബലം കൊടുക്കാതെ ചപ്പാത്തി കോൽ കൊണ്ട് പതുക്കെ അതിനെ പരത്തിയെടുക്കുക. പൊറാട്ട സൈസ് ഇത്ര വലുതാണോ നിർബന്ധമില്ല. നിങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ പരത്താം. അപ്പോൾ ഇത്തിരി കട്ടി കൂടുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. ഈ പറാട്ട ചുടാനായിട്ട് ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഈ പറാട്ട അതിലേക്ക് ഇടുക. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വേകുമ്പോൾ നമ്മളതിനെ തിരിച്ചിടുക അടുത്ത സൈഡിലേക്ക്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഒരുപാട് ഹൈ ഫ്ലെയിം ആയാൽ കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലും ഉണ്ടാക്കിയെടുക്കുക. അത് പൊറാട്ടയിലൊക്കെ നെയ്യ് ഇത്തിരി ധാരാളം ഇടണം. എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കും വേണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. ഇനി ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് അമുക്കി കൊടുക്കുക. അപ്പോൾ അത് ഉള്ളിലൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടേ. ഇനി ഒന്നുകൂടെ അതിനെ തിരിച്ച് ഇട്ടിട്ട് വേവിക്കുക. നമ്മൾ തിരിച്ചിടുമ്പോൾ തന്നെ കാണാം നമുക്ക് ഈ സൈഡ് കണ്ടു ഒരു ബ്രൗൺ കളറിലൊക്കെ ആയത്. അപ്പോൾ അത് വെന്തു എന്ന് അതിനർത്ഥം ഈ ഭാഗം. മറ്റേ ഭാഗം കൂടെ അതുപോലെ ആയിക്കഴിഞ്ഞാൽ അത് വാങ്ങും. ഇനി അടുത്ത പൊറാട്ടയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കുക. എന്നിട്ട് ഈ പൊറാട്ട മേലെ കുറച്ച് ബട്ടർ വെച്ചിട്ട് ചൂടോടെ സെർവ് ചെയ്യുക. ഈ ആലു പൊറാട്ട നമുക്ക് തൈര് കൂട്ടിയോ അച്ചാർ കൂട്ടിയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. താങ്ക് യു. ബൈ.